യുടെയും തോഴരുടെയും അനുവാദത്തോടെ വിഷ്ണുമായ കൈലാസത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. പോത്തിൻ പുറമേറി ഇരാറം മൂളിച്ചുകൊണ്ടുള്ള ഈ രൂപത്തിൽ തന്നെ നന്ദികേശനും കൂട്ടരും അകത്തേക്കു വിടില്ലെന്ന് വിഷ്ണുമായയ്ക്ക് മനസ്സിലായി. ഒരു മാത്ര വിഷ്ണുമായ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു. മുമ്പ് പലപ്പോഴും തനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുള്ള വിഷ്ണുരൂപം ഉടൻ കൈവന്നു. വിഷ്ണു രൂപത്തിലെത്തിയ വിഷ്ണുമായയെ നന്ദികേശൻ ശിവപാർവതിമാരുടെ സവിധത്തിലെത്തിച്ചു. ശിവസന്നിധിയിലെത്തിയ പുത്രനെ കണ്ട് അദ്ദേഹം അമ്പരന്നു. തന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച വിഷ്ണുമായയെ ശിവപാർവതിമാർ ആലിംഗനം ചെയ്ത് മടിയിലിരുത്തി. ജലന്ധരവധത്തിനാവശ്യമായ എല്ലാ രഹസ്യങ്ങളും പരമശിവൻ വിഷ്ണുമായയ്ക്ക് പറഞ്ഞുകൊടുത്തു. കൂടാതെ ബ്രഹ്മാവിൽ നിന്നും ഇഷ്ടവരം നേടി ഭൂമി വിറപ്പിച്ചിരുന്ന ഭൃംഗനെ നിഗ്രഹിക്കാനായി പാർവതി ചതുരുപായങ്ങളും അതിശക്തമായ കുറുവടികളും നൽകി ആശീർവദിച്ചു. തന്റെ അന്തകനാകാൻ വിഷ്ണുമായ സ്വാമി സജ്ജനായതറിയാതെ ദേവേന്ദ്രനിൽ നിന്നും ലഭിച്ച വരം കൊണ്ട് ശക്തിയാർജിച്ച ജലന്ധരൻ ത്രിലോകങ്ങളിലും ഭീതി പരത്തുകയായിരുന്നു.